ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഉജ്ജ്വല പ്രഖ്യാപനവുമായി കൊടുങ്ങല്ലൂർ സെന്റ് മേരീസ് ദേവാലയത്തിലെ സാന്തോം നഗറിലേക്ക് നടന്ന മാർത്തോമ തീർത്ഥാടന പദയാത്ര ശ്രദ്ധേയമായി. ഭാരത അപ്പസ്തോലനായ മാർത്തോമാ ശ്ലീഹായുടെ ഭാരത പ്രവേശനത്തിന്റെ 1972 വാർഷികവും യുവജന വർഷാചരണവും ഉൾക്കൊള്ളിച്ചായിരുന്നു ഇത്തവണത്തെ പദയാത്ര. കലഹങ്ങളും ആക്രമണങ്ങളും കൊണ്ട് കലുഷിതമായ ഇക്കാലത്ത് മാർത്തോമാ ശ്ലീഹ പകർന്നു തന്ന ക്രിസ്തുവിശ്വാസം സുവിശേഷാത്മകമായ ധീരതയോടെ പ്രഘോഷിക്കാൻ തയ്യാറാവണമെന്ന് ഇരിങ്ങാലക്കുട രൂപതാമിത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ വചന സന്ദേശത്തിൽ പറഞ്ഞു. യുവജനങ്ങളുടെ സ്വതസിദ്ധമായ തീക്ഷ്ണതയുടെ കരുത്തിൽ പ്രത്യാശയുടെ സാക്ഷികളായി മാർത്തോമാ സഭാ സമൂഹം പ്രക്ഷോഭിക്കണമെന്നും വിശ്വാസ ജീവിതത്തിൽ നിർജീവിതത്വം വെടിഞ്ഞ് സഭയുടെ കൂട്ടായ്മയിൽ ദൈവത്തിന്റെ പിതൃത്വവും മനുഷ്യരുടെ സാഹോദര്യവും ഉയർത്തിപ്പിടിക്കുകയാണ് ഇന്നത്തെ അടിയന്തര ആവശ്യമെന്നും മാർ പോളി കണ്ണൂക്കാടൻ ഓർമ്മിപ്പിച്ചു. ഒന്നിച്ച് നിന്നാല് നമുക്ക് വളരാം, ഭിന്നിച്ചാലോ തളർന്ന് തരിപ്പണമാവും. ഒന്നിച്ച് നിന്ന് കർത്താവിൻ്റെ ശക്തി പ്രകടമാക്കുവാൻ സഹായിക്കുന്നതാണ് ഇതുപോലെയുള്ള തീർത്ഥാടനങ്ങളും പരിപാടികളും. AD 52 നമ്മുടെ പൂർവ്വപിതാവായിട്ടുള്ള തോമാസ് ശ്ലീഹ ഈ മണ്ണിലാണ് കാലുകുത്തിയത്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് ബൈബിളിൽ കാണുന്ന ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനമാണ് തോമാസ് ശ്ലീഹയുടെ. അവനോടുകൂടെ പോയി നമുക്ക് മരിക്കാമെന്നുള്ള സുവിശേഷാത്മകമായിട്ടുള്ള ധീരത പ്രകടമാക്കിയവനാ തോമാസ് ശ്ലീഹ. എളിമയോടുകൂടെ നീ എവിടേക്കാണ് പോകുന്നത്, പിന്നെ എനിക്ക് എങ്ങനെ വഴി അറിയാ എന്ന് എളിമയോടുകൂടെ വിനയത്തോടുകൂടെ തമ്പുരാന്റെ മുമ്പിൽ ചോദിച്ചവനാ. ആ തോമാസ് ശ്ലീഹയുടെ മക്കളല്ലേ നമ്മൾ? അല്ലേ? നമുക്കും ആ വിശ്വാസം ഉജ്ജ്വലിപ്പിക്കണ്ടേ? നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രൂപതയിൽ, വ്യക്തി ജീവിതത്തിൽ ഈ വിശ്വാസം ആഴപ്പെടാൻ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കണം ആണ് ഒന്നാമത്തെ കാര്യം പറയാനുള്ളത്. ഈ തോമാസ് ശ്ലീഹ വന്നിറങ്ങി ഇവിടെ നിന്ന് ആരംഭിച്ച തൻ്റെ പ്രേക്ഷിത യാത്ര പാലയൂര് പോയി, പറവൂര് പോയി, കൊക്കമംഗലത്ത് പോയി, നെണ്ണത്ത് പോയി, നിലയ്ക്കൽ പോയി, കൊല്ലത്ത് പോയി, ഇങ്ങനെ ഭാരതയാത്ര തുടർന്നു. അപ്പോഴാണ് തിരുവിതാംകോട് അരപ്പള്ളി അതും കഴിഞ്ഞ് ചിന്നമലയിൽ ചെന്നപ്പോഴ കുത്തേറ്റു, പെരിയ മലയിൽ വെച്ച് മരിച്ചു, മൈലാപ്പൂർ അടക്കം ചെയ്തു. എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറഞ്ഞ ആ തോമാസ് ശ്ലീഹയുടെ വലതുകരത്തിൻ്റെ തിരുശേഷിപ്പ് നമ്മുടെ അഴീക്കോട് തീർത്ഥകേന്ദ്രത്തിൽ ഭാരതത്തിന് കാർഡിനൽ പ്രസിഡന്റ് തന്ന ആ തിരുശേഷിപ്പ്, ആ വലതുകരത്തിൻ്റെ അസ്ഥി തിരുശേഷിപ്പ് നമ്മുടെ അഴീക്കോട് തീർത്ഥകേന്ദ്രത്തിൽ പൂജ്യമായിട്ട് വണങ്ങപ്പെടുന്ന ആ മണ്ണിലാണ് നമ്മളൊക്കെ. വിശ്വാസത്തിന്റെ വെളിച്ചം ഉജ്ജ്വലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ രൂപത തുടക്കം മുതൽ ഇങ്ങനെ പ്രഘോഷിച്ചു കൊണ്ടിരുന്നു. ഈ ഭാരത മണ്ണില് മലയിൽ ഉയർത്തപ്പെട്ട പട്ടണം പോലെ, പീഠത്തിന്മേൽ വെച്ച വിളക്ക് പോലെ, പുളിമാവ് പോലെ, ഉപ്പ് പോലെ പ്രശോഭിക്കേണ്ടവരാ. എങ്ങനെ പ്രശോഭിക്കാൻ കഴിയാ? അതാണ് ക്രിസ്തു പറഞ്ഞ, ഈ എളിയവരിൽ ഒരുവനെ നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ആർദ്രതയുടെയും അനുകമ്പയുടെയും കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും പാന്താവാണ് ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നത്. നമ്മൾ അതുപോലെ ആകണ്ടേ? യുവജനങ്ങൾ ഇന്നിന്റെ സാക്ഷികളാകണമെന്ന് ഓർമ്മിപ്പിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകളോട് ചേർന്ന് നിന്നുകൊണ്ട് ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ, മാള ഫൊറോന, പുത്തൻചിറ ഫൊറോന എന്നിവിടങ്ങളിൽ നിന്ന് രാവിലെ ആരംഭിച്ച പദയാത്രയിൽ രൂപതയിലെ 141 ഇടവുകളിൽ നിന്നുള്ള വിശ്വാസികളും വൈദികരും സന്യസ്തരും വൈദിക വിദ്യാർത്ഥികളും പങ്കാളികളായി. കത്തീഡ്രലിൽ നിന്നുള്ള പദയാത്രയ്ക്ക് മാർ പോളി കണ്ണൂക്കാടൻ നേതൃത്വം നൽകി. 3 ദിശയിൽ നിന്നുമുള്ള പദയാത്രകൾ സാന്തോം നഗറിൽ സംഗമിച്ചപ്പോൾ മാർ പോളി കണ്ണൂക്കാടന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പിച്ചു. വികാരി ജനറൽമാർ, മറ്റു വൈദികർ എന്നിവർ സഹകാർമ്മികരായി. തീർത്ഥാടന നഗറിലെ കൽവിളക്കിൽ ബിഷപ്പും കൊടുങ്ങല്ലൂർ ക്ഷേത്ര മുഖ്യശാന്തി സത്യധർമ്മ നടികളും യുവജന പ്രതിനിധികളും രൂപത പാസ്റ്ററൽ കൗൺസിൽ സംഘടനാ ഭാരവാഹികൾ എന്നിവരും തിരിതെളിച്ചു. കത്തിച്ച ദീപങ്ങൾ ഉയർത്തിപ്പിടിച്ച് തീർത്ഥാടകർ വിശ്വാസ പ്രഖ്യാപന പ്രതിജ്ഞ ചൊല്ലി. മുഖ്യ ജനറൽ മോൺസന്നൂർ ജോസ് മാളിയേക്കൽ ഏവർക്കും നന്ദി രേഖപ്പെടുത്തി. യുവജന ലീഡേഴ്സ് ആൽബിൻ ജോയ്, അലക്സ് ഫ്രാൻസിസ്, അലോഷ്യസ് CP, ആൽവിൻ ആന്റോ, മാർഷൽ പോൾ, മരിയ വിൻസെന്റ് എന്നിവർ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി. ചേർസ് ഡെസ്ക്, ഷെഗ്നായ് ന്യൂസ്.